സമസ്ത നായർ സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും വിദ്യാധിരാജ ഇൻ്റർനാഷണലിൻ്റെ സെക്രട്ടറി ജനറലുമായ ശ്രീ പെരുമറ്റം രാധാകൃഷ്ണനാണ്. സമകാലിക കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും ഈ സമകാലിക കേരള രാഷ്ട്രീയത്തിൽ സമസ്ത നായർ സർവീസ് സൊസൈറ്റിയുടെ പങ്കിനെക്കുറിച്ചുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. ഇപ്പോഴേ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചാനലിലെ ജനഭൂമിയിൽ ഒരുപക്ഷെ അങ്ങും ശ്രദ്ധിച്ച് കാണും, സുകുമാരൻ നായർ കാലാവധി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകളെ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആക്കാൻ ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അവർക്ക് വ്യാപകമായി എല്ലാ യൂണിയനുകളിലും സ്വീകരണം കൊടുക്കുന്നു. ഇതിനെക്കുറിച്ച് കുമ്പഴ ഭാരത കേസരി NSS കരയോഗത്തിൻ്റെ പ്രസിഡൻ്റായ അഡ്വക്കേറ്റ് TKG നായർ ഒരു അഭിമുഖം തന്നിരുന്നു. വളരെ വ്യാപകമായ പ്രചരണമാണ് ആ അഭിമുഖത്തിന് കിട്ടിയത്. ന്യായമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് നായർ സമുദായത്തിന് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്നുള്ളതാണ്. സുകുമാരൻ നായരുടെ കാലാവധി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകളെ NSSൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമത്തെ മറ്റൊരു നായർ സംഘടന, NSS കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നായർ സംഘടന സമസ്ത നായർ സമാജമാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് സമസ്ത നായർ സമാജം കാണുന്നത്? മഹാനായ മന്നത്ത് പത്മനാഭന് കേരളത്തിലെ തകർന്നടിഞ്ഞ നായർ സമുദായത്തെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടി സമർപ്പിച്ചു. അങ്ങനെ 10,000-ലധികം കോടി രൂപയുടെ സ്വത്ത് അദ്ദേഹം ആർജിച്ചു കൊടുത്തു. അതിനുശേഷം പല ജനറൽ സെക്രട്ടറിമാരും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ശ്രീ സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം വന്ന വഴി തന്നെ, അദ്ദേഹം ജനറൽ സെക്രട്ടറി ആകുന്ന വഴി തന്നെ നമുക്കറിയാം, വളരെ വളഞ്ഞ വഴികളിൽ കൂടാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറി ആകുന്നത്. ഒരിക്കലും ഒരു സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിന്ന് വന്ന ആളല്ല. ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേഷനിലുണ്ടായിരുന്ന ഒരാൾ ജനറൽ സെക്രട്ടറി ആവുകയാണ്. അപ്പോൾ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഈ നായർ സമുദായം യഥാർത്ഥത്തിൽ എന്താണ് തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ മകളെ ജനറൽ സെക്രട്ടറി ആക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആരാ പ്രതികരിക്കേണ്ടത്? കേരളത്തിലെ നായർ സമുദായങ്ങളിൽ സംഘടിതരായിട്ട് ചങ്ങനാശ്ശേരിയിലേക്ക് മാർച്ച് ചെയ്യണം. പണ്ട് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നടത്തിയത് പാവപ്പെട്ട അധസ്ഥിതരായ ഇതര സമുദായാംഗങ്ങൾക്ക് ക്ഷേത്രപ്രവേശനത്തിന് അവസരം കൊടുക്കണമെന്നും പറഞ്ഞാണ് 10,000 സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ കേരളത്തിലെ നായർ സമുദായാംഗങ്ങൾ പണ്ഡിതനോ പാമനോ ഒന്നും നോക്കാതെ ഈ അനീതിക്കെതിരെ ഒരു കുടുംബസ്വത്ത് പോലെ മന്നത്ത് പത്മനാഭൻ പോലും തയ്യാറായിട്ടില്ല തൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ അവിടെ കൊണ്ടുവരാൻ. അദ്ദേഹത്തിൻ്റെ ചെറുമകൻ അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാം, ശ്രീ ബാലശങ്കർ മന്നത്ത്, അവിടെ പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം വളരെ തിക്ത ഫലം അനുഭവിച്ച് അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ ഒരിക്കലും അതിനെ ഒരു ശുഭോദർക്കമായിട്ട് കാണാൻ പറ്റത്തില്ല. കേരളത്തിലെ നായർ സമുദായത്തിന് വളരെ മോശമായ ഒരു കാലാവസ്ഥയിലേക്കാണ് NSSൻ്റെ നേതൃത്വം കൊണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മന്നത്ത് പത്മനാഭൻ മുതൽ കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ള വരെയുള്ള നേതാക്കന്മാരാരും ഉപയോഗിക്കാത്ത ഒരു ടേമാണ് ഈ സമദൂര സിദ്ധാന്തം. സമദൂര സിദ്ധാന്തം എന്ന് പറയുന്ന ടേം ഇത് കണ്ടെത്തിയിരിക്കുന്നത് സുകുമാരൻ നായരാണ്. സുകുമാരൻ നായരാണ് സമദൂര സിദ്ധാന്തത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വെളിപാട് തോന്നി, സമദൂരം കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തി ശരിദൂരമാക്കി. അങ്ങനെ ശരിദൂര സിദ്ധാന്തം, എന്താണ് സമദൂരം, എന്താണ് ശരിദൂരം എന്നുള്ളതിനെക്കുറിച്ചൊന്നും സമൂഹത്തിൽ ആർക്കും വ്യക്തതയില്ല. സുകുമാരൻ നായരും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു സ്ഥിതി. അപ്പോൾ ഇവിടെ സമദൂരമായാലും ശരിദൂരമായാലും നായർ സമുദായം, അത് NSSൻ്റെ കീഴിലായാലും SNS-ൻ്റെ കീഴിലായാലും നായർ സമുദായത്തിൻ്റെ രാഷ്ട്രീയ വിലപേശൽ ശക്തി നാൾക്ക് നാൾ നിർജ്ജീവമായി വരുന്ന അല്ലെങ്കിൽ ദുർബലമായി വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് UDF-ൽ മുസ്ലിം ലീഗുണ്ട്, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി സ്പോൺസർ ചെയ്യുന്ന വെൽഫെയർ പാർട്ടിയുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളുണ്ട്. മുസ്ലിം ലീഗ് പണ്ടും ഇടതുപക്ഷത്തും വലതുപക്ഷത്തിരുന്നെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആദ്യമായിട്ടാണ് മുന്നണി സംവിധാനത്തിലേക്ക് വരുന്നത്. ഇനിയും LDF-ലേക്ക് പോയാൽ LDF-ൽ INL-ഉണ്ട്, അബ്ദുൽ നാസർ മദീനയുടെ PDP ഉണ്ട്. ഇതാണ് ഈ രണ്ട് പ്രധാന മുന്നണികളുടെ സ്ഥിതി. ഇനിയും കേരളത്തിലെ സാമുദായിക അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ എടുത്താൽ 9 കേരള കോൺഗ്രസ് ഉണ്ട്. LDF തന്നെ 2-3 കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു. MLA-മാരില്ലാത്ത കേരള കോൺഗ്രസ് അവരെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രബലമായിട്ട് മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസും അവർ രണ്ട് മുന്നണിയിലാണ് നിൽക്കുന്നത്. മാണി ഗ്രൂപ്പ് LDF-ലും ജോസഫ് ഗ്രൂപ്പ് UDF-ലുമായിട്ട് നിൽക്കുന്നു. മുസ്ലിം സമുദായത്തിനാണെങ്കിൽ മുസ്ലിം ലീഗുണ്ട്, വെൽഫെയർ പാർട്ടിയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുണ്ട്, അബ്ദുൽ നാസർ മദനി നേതൃത്വം കൊടുത്തിരിക്കുന്ന PDP ഉണ്ട്, ഇന്ത്യൻ നാഷണൽ ലീഗുണ്ട്. അങ്ങനെ നിരവധി പാർട്ടികൾ അവർക്കുമുണ്ട്. ഒപ്പം ഹിന്ദു സമുദായത്തിൽ, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും
ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന സമുദായമാണ് ഈഴവ സമുദായം. ഈഴവ സമുദായത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് BDJs പിന്നെ NDAയോടൊപ്പം BJPയോടൊപ്പം ഉണ്ട്. പക്ഷേ ഈ രംഗത്തൊന്നും നായർ സമുദായത്തിൻ്റെ ഒരു സാന്നിധ്യം കാണുന്നില്ല. ഇതിനെക്കുറിച്ച് സമസ്ത നായർ സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അങ്ങ് എങ്ങനെയാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? അല്ല, കേരളത്തിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള സമുദായമായിരുന്നു രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തൊക്കെ നായർ സമുദായം. കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പോസ്റ്റുകളും നായർ സമുദായം അന്നത്തെ കാലത്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സമുദായങ്ങളുടെ അടുത്തും തുല്യനീതി പുലർത്തിക്കൊണ്ട് പോയിരുന്ന നേതാക്കന്മാരുമാണ് അന്ന് നായർ സമുദായത്തിലുണ്ടായിരുന്നത്. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണത്തിന് നേതൃത്വം കൊടുത്തതിൽ മുന്നിൽ നിന്നിട്ടുള്ളതെല്ലാം നായർ സമുദായങ്ങളാണ്. അതിനകത്ത് AKG ആയാലും മന്നത്ത് പത്മനാഭനായാലും അങ്ങനെയുള്ള അച്യുതമേനോൻ അങ്ങനെ തുടങ്ങി ഇങ്ങോട്ട് എത്ര നേതാക്കന്മാരെ വേണമെങ്കിലും നമുക്കെടുക്കാം. അപ്പം മന്നത്ത് പത്മനാഭൻ പോലും സ്വന്തം സമുദായത്തിൻ്റെ ഉയർച്ചയോടൊപ്പം ഇതര സമുദായങ്ങളെയും നടത്തുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ആ രംഗത്ത് നായർ സമുദായം ഒരു പൂർണ്ണ പരാജയമാണ്. അതിനകത്ത് NSSനൊരു മുഖ്യ റോളുണ്ട്. കാരണം രാജ്യത്ത് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സമുദായത്തെ ചലിപ്പിക്കാനുള്ള കർമ്മശേഷിയുള്ള ഒരു നേതൃത്വം NSSനില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിലെ ഇപ്പം നടക്കുന്ന ഒരു കലാപരിപാടി നമുക്ക് കാണാവുന്നതാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് LDF എന്ന് പറയുന്ന മുന്നണിയെ ഈഴവ സമുദായത്തിൻ്റെ ലേബലുള്ള SNDP സപ്പോർട്ട് ചെയ്യുകയാണ്. ഡയറക്റ്റ്ലി മുഖ്യമന്ത്രിക്ക് സപ്പോർട്ടാണ്. നമ്മുടെ മുഖ്യമന്ത്രിയാണ്, നമ്മുടെ സമുദായത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന് നേരിട്ടങ്ങ് പറയാതെ തന്നെ സപ്പോർട്ട് ചെയ്യുകയാണ്. അറ്റ് ദ സെയിം ടൈം അദ്ദേഹം എന്താ ചെയ്യുന്നത്? തൻ്റെ മകനെ സെൻട്രൽ ഗവൺമെൻറ്റിൽ സ്വാധീനമുള്ളത് ആയതുകൊണ്ട് BJPയിലേക്കും വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് എങ്ങനെ സമുദായത്തെ ഉപയോഗിച്ച് നമുക്ക് സമുദായാംഗങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാമെന്നുള്ളത് അവിടെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ കഴിഞ്ഞ തലമുറകളായിട്ട് നിരവധി വർഷങ്ങളായിട്ട് ഒരു സമീപനം NSS എടുത്തിട്ടുണ്ട്. ഇപ്പം മന്നത്ത് പത്മനാഭനൊക്കെ ബേസിക്കലി കോൺഗ്രസ്, അന്നത്തെ കാലത്ത് കോൺഗ്രസ്സാണ്, അന്ന് BJP ഇല്ലല്ലോ. അന്ന് BJPയോ ജനതാദളോ ഒന്നും ഉള്ള കാലഘട്ടമല്ല. അപ്പോൾ അന്ന് കോൺഗ്രസ് ആയതുകൊണ്ടും ദേശീയ കോൺഗ്രസ് ആയതുകൊണ്ടും മന്നത്ത് പത്മനാഭൻ അതിനെ സപ്പോർട്ട് ചെയ്തു. മന്നത്ത് പത്മനാഭൻ മാത്രമല്ല, നമ്മുടെയൊക്കെ പിതാമഹന്മാർ മുഴുവൻ ആളുകളും കോൺഗ്രസ്സുകാരായിരുന്നു. ആരും മാർക്സിസ്റ്റ് പാർട്ടിയിലല്ലല്ലോ പോയത്. മാർക്സിസ്റ്റ് പാർട്ടി രണ്ടാമതുണ്ടായതാണ്. ഇത് പഴയ എന്തൊരു സൈസ് നായരാണ്, നമ്മൾ എങ്ങനെ അതിന് പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഒരു നാണം കെട്ട സ്റ്റാൻഡ്. ഈ സമദൂരം എന്ന് പറയുന്നതിനകത്ത് യാതൊരു കാര്യമില്ല. കോൺഗ്രസ് ബയാസ്ഡ് സംഘടനയാണ് NSS. ആ നാശത്തിൻ്റെ ലക്ഷണം അറിയണമെങ്കിൽ ഇപ്പം കേരളത്തിൽ വളരെ രസകരമായ ഒരു മൂവ്മെൻറ്റ്. കേരളത്തിലെ ഇപ്പോൾ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അന്ത്യം കുറിച്ചിരിക്കുന്ന ആരാണ്? ശ്രീ രമേശ് ചെന്നിത്തലയുടെ NSS ആണ്. കാരണം എൻ്റെ ചെറുക്കനാണ്, എൻ്റെ പയ്യനാണ്, അവന് താക്കോല് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ ഒരൊറ്റ കാര്യം കൊണ്ട് ഇതര സമുദായങ്ങൾ സംഘടിതമായിട്ടെന്ന് രമേശ് ചെന്നിത്തലയെ രംഗത്ത് നിന്ന് നിഷ്കാസനം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുക. നോക്കിക്കോളൂ, രമേശ് ചെന്നിത്തല എതിലേക്കൂടെങ്കിലും കറങ്ങി തല കാണിച്ചു വരും, അപ്പം വെട്ടുവരും. കഴിഞ്ഞ 10 വർഷമായിട്ട് രമേശ് ചെന്നിത്തല ഫേസ് ചെയ്യുന്ന പ്രശ്നം ഇതാണ്. NSS എടുത്ത നിലപാടാണ്. NSSന് നിലപാടെടുക്കാനുള്ള ശക്തി ഇന്നില്ല. NSS വിചാരിക്കുന്ന മുഖ്യമന്ത്രിയാവും കേരളത്തിൽ, അത് NSS ആയിരിക്കണം. കേരളത്തിലെ 12% വരുന്ന നായർ സമുദായങ്ങൾ പുരോഗമനപരമായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ ശക്തമായ പിന്തുണ കൊടുത്താൽ നാളെ സുകുമാരൻ നായർ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ഒരു 5% ആൾക്കാർ കേരളത്തിലുണ്ടെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. പക്ഷേ ഞാനിതിന് പറയുമ്പോൾ വേറൊരു ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സഭ്യമല്ലത്. അതാണ് ഒരു ഷണ്ഡീകരിക്കുക എന്ന് പറയും നമ്മൾ. സമുദായത്തിന് അഭിപ്രായമില്ലാത്ത രീതിയിൽ. ഇപ്പം നോക്കൂ, ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞതനുസരിച്ചിട്ട് എന്താണ് ഇപ്പോൾ പറഞ്ഞത്? ഇനി അടുത്തത് വരെ നമ്മൾ സുജാത രാഷ്ട്രീയമാണെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്ക്. ചങ്ങനാശ്ശേരി കോളേജിലെങ്ങാണ്ട് ഒരു പ്രൊഫസറായിട്ട്, അതും അതിനെപ്പറ്റി ചില വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. ഞാൻ ആക്ഷേപിക്കാനൊന്നും തയ്യാറല്ല ആളെ. ആ സ്ത്രീ നാളെ ഈ സമുദായ രംഗത്ത് വരുവാണെങ്കിൽ ഈ സമുദായത്തിൻ്റെ സ്ഥിതി എന്താണ്? അവർക്ക് എന്താണ് ഈ സമുദായമായിട്ടുള്ള ബന്ധം? എന്താ അവർക്ക് ഈ സമുദായമായിട്ടുള്ള ബന്ധം? എന്ത് പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്? അപ്പം അതുകൊണ്ട് വളരെ ഗൗരവമായ ഒരു സ്ഥിതിയിലാണ് നായർ സമുദായം പോകുന്നത്. നായർ സമുദായം ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വളരെ അപകടകരമാണ് രാഷ്ട്രീയ രംഗത്ത് നടക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങ് പറഞ്ഞു രമേശ് ചെന്നിത്തല താക്കോൽ സ്ഥാനത്തിരുത്തണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അപ്പോൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വന്ന് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് ഒരു പരുവത്തിൽ തന്നെ എത്തിച്ചു.
ഇത് ഒക്കെ ആയിട്ടും വീണ്ടും ശശി തരൂരിനെ വിളിച്ചു പറഞ്ഞു, അവിടെ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു തറവാടി നായരാണെന്ന്. ശശി തരൂരിനെ കൊണ്ട് ഇടയ്ക്ക് എനിക്ക് ഇടപെടാമെങ്കിൽ പണ്ട് അങ്ങനല്ല പറഞ്ഞേ, ഡൽഹി നായർന്ന. അതെ, അതാ സമദൂരത്തിൽ അങ്ങനെ വരാം. സമദൂരത്തിന് ശരിദൂരം വന്നു, അന്ന് സമദൂരമായിരുന്നു. ഡൽഹി നായരും കേരള നായരും വ്യത്യാസ സമദൂരത്തിൽ നിർത്തി. പിന്നെ അദ്ദേഹം വരെ ശരിദൂരത്തിൽ ഈ ഡൽഹി നായർക്ക് ഒരു വഴി കൊടുത്തു. അപ്പോൾ തറവാടി നായരാണെന്ന്. ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം, നായരടക്കമുള്ള പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഏറ്റവും രസകരമായിട്ട് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, സുകുമാരൻ നായരുടെ രാഷ്ട്രീയ വിലപേശൽ ശക്തി എന്താണെന്ന് കോൺഗ്രസ് തന്നെ തിരിച്ചറിഞ്ഞു. ഉദാഹരണത്തിന് 2019 ശബരിമല ഇഷ്യൂവിൻ്റെ പേരിൽ ഒരു സ്വീപ്പിംഗ് വിക്ടറിയാണ് UDF കിട്ടിയത്. അപ്പോൾ കോന്നി അസംബ്ലി നിയോജക മണ്ഡലത്തിലും വട്ടിയൂർക്കാവ് അസംബ്ലി നിയോജക മണ്ഡലത്തിലും രണ്ടിടത്തും UDF സ്ഥാനാർത്ഥികൾ അവിടെ ഒഴിവ് വന്നപ്പോഴേ കെ മുരളീധരനെ രാജിവെച്ച ഒഴിവ്, അതുപോലെ തന്നെ അടൂർ പ്രകാശ് രാജിവെച്ച ഒഴിവ്, ഇവർ രണ്ടുപേരും MP പോയപ്പോൾ ആ ഒഴിവിലേക്ക് നടന്ന അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ മോഹൻരാജിനെയാണ് കോന്നി മത്സരിപ്പിച്ചത്, മോഹൻകുമാറിനെയാണ് തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചത്. തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് സംഗീത് കുമാറായിരുന്നു. കോന്നിയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അഡ്വക്കേറ്റ് സോമനാഥൻ നായരായിരുന്നു. അദ്ദേഹം ഇല്ല, അന്ന് അദ്ദേഹം NSSൻ്റെ പത്തനംതിട്ട താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായിരുന്നു. ഈ രണ്ടു പേരും വളരെ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത്. അപ്പം നായർ സമുദായ അംഗങ്ങൾ സുകുമാരൻ നായർ പറഞ്ഞാൽ വോട്ട് ചെയ്യില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. പക്ഷേ ഇവരെല്ലാം ഇദ്ദേഹത്തിൻ്റെ കാല് തീരുമാനമായിട്ട് ചങ്ങനാശ്ശേരി കയറി ഇറങ്ങുകയാണ്. ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹം ഈ പടിപ്പുരയ്ക്ക് പുറത്ത് നിർത്തിയിരിക്കുന്ന ഒരു അധസ്ഥിത വിഭാഗമായിട്ടാണ് സുകുമാരൻ നായർ ഈ BJPക്കാരെ കാണുന്നത്. ഇവരും പിണറായിയുമായിട്ട് കാല് തീരുമാനമായിട്ട് അവിടെ പോവാം. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സുകുമാരൻ നായരെ തൊഴിക്കുന്തോറും തൊഴുന്ന BJP നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും അവിടെ പോയി റാൻ മൂളി നിൽക്കുമ്പോൾ സുകുമാരൻ നായർക്ക് മോളെ മരുമനെയോ കൊണ്ടുവരുന്നുള്ള തെറ്റെന്താ? അപ്പോൾ ഇത്തരം ഒരു കാര്യം, ഇതൊരു സമുദായത്തിൻ്റെ പേരിൽ അദ്ദേഹം ഈ വിലപേശൽ നടത്തുമ്പോൾ ഈ സമുദായത്തിൻ്റെ ഒരു സമുദായത്തിൻ്റെ ഒരു അഭിമാനം ഉണർത്തിയെടുക്കാനുള്ള ഒരു പങ്ക് നിർവഹിക്കേണ്ട ചരിത്രപരമായ ചുമതല സമസ്ത നായർ സമാജത്തിനില്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ ഗൗരവതരമായിട്ടാണ് കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ വിഷയത്തെ കാണുന്നത്. ഞങ്ങൾ വളരെയധികം ബോധവൽക്കരണ പരിപാടികളും വളരെയധികം ആസൂത്രിതമായിട്ടുള്ള പരിപാടികളും ഒക്കെ ഞങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വളരെ സീറോയിൽ നിന്നും തുടങ്ങിയ ഒരു സംഘടനയാണ്. ഞങ്ങളിന്ന് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയി ഞങ്ങൾ വേറൊരു തലത്തിലേക്ക് ഞങ്ങൾ വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നുണ്ട്. മന്നത്ത് പത്മനാഭന് എൻ്റെ 80 കൊല്ലം കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒക്കെ അദ്ദേഹം ഇതാക്കിയെടുത്തത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കുറഞ്ഞ സമയം കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ അതിനൊരു ഉദാഹരണം പറയല്ലേ, ഞങ്ങളിത് 2010 കാലത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ വിപുലപ്പെടുത്തുന്ന സമയത്ത് NSSൻ്റെ പാതയിൽ നിന്നിരുന്ന ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും ഇന്ന് ഞങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് NSSന് പുറത്തുണ്ട്. പ്രൊഫസർ VP ഹരിദാസ് മുതൽ കലഞ്ഞൂർ മധു വരെ ഉൾപ്പെടെയുള്ള എത്രയോ താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരും നേതാക്കന്മാരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും NSSന് പുറത്താണ്. ഞങ്ങൾ 2011, 12, 13, 14 ഒക്കെ ചങ്ങനാശ്ശേരിയിൽ സമ്മേളനം നടത്തുമ്പോൾ ഞങ്ങളുടെ നിലപാട് തെറ്റാണെന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് കോടതിയിൽ പോയിട്ടുണ്ട്. ഞങ്ങളിതിനെ സ്വാഗതം ചെയ്യുന്നു. എന്തുകൊണ്ട്? ഇപ്പോൾ ആളുകൾക്ക് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് കൺസോളിഡേറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ ഉള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഞങ്ങളോട് പലരും ചോദിച്ചു എന്തുകൊണ്ട് ഞങ്ങളൊരു NSS മൂവ്മെൻ്റ് ആയിട്ട് ഞങ്ങൾ മഹാനായ മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ച NSS പൊളിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പദ്ധതിയല്ല. സുകുമാരൻ നായരെ പോലെ ഉള്ള ഒരാളിനെ, സുകുമാരൻ നായരെ വ്യക്തിപരമായിട്ട് ഞാൻ മോശമെന്ന് പറയുന്നില്ല, പക്ഷെ എങ്ങനെ സുകുമാരൻ നായർ ഒരു ഹ്യൂമൻ എന്നുള്ള രീതിയിൽ ശരിയാണ്. പക്ഷേ അത് സ്വീകരിച്ചുകൊണ്ട് ചെന്നിരിക്കുന്ന കേരളത്തിലെ മന്ത്രിമാരുൾപ്പെടെയുള്ള, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിമാരുൾപ്പെടെയുള്ള, അല്ലെങ്കിൽ റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ആൾക്കാർ ചങ്ങനാശ്ശേരി ചെല്ലുന്നത് എന്തിൻ്റെ ബേസിലാണെന്ന്. മന്നത്ത് പത്മനാഭൻ്റെ അവിടെ കുടീരത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ സുകുമാരൻ നായരുടെ അടുത്ത് പോയിട്ട് ഏത് സമുദായ സ്നേഹമാണ് കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവർക്കും അറിയാം ഇതൊരു ഗുഡ് ഫോർ നത്തിങ് ഓർഗനൈസേഷനാണ് ഇപ്പോഴുന്ന്, ഒരു കാലഹരണപ്പെട്ട ഓർഗനൈസേഷനാണ്. അതുകൊണ്ടൊരു മാറ്റമാണ് ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് ആളുകളെ ബോധവൽക്കരിക്കത്തക്ക രീതിയിലുള്ള ധാരാളം പരിപാടികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, NSS നിന്ന് പുറത്ത് വന്നിട്ടുള്ള ഒരു വലിയ ജനവിഭാഗമുണ്ട്. അവർ വേണ്ടുന്ന രീതിയിൽ പ്രതികരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അവരോട് കൂടിച്ചേരാൻ തയ്യാറായാൽ ഒരു പക്ഷേ നമുക്കൊരു വലിയ മൂവ്മെൻറ്റിലേക്ക് തന്നെ ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ സമസ്ത നായർ സമാജത്തിന്
എന്ത് ഡിമാൻഡാണ് ഭരിക്കുന്നതാരുമായിക്കോട്ടെ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വയ്ക്കാനുള്ളത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ മുന്നേ പറഞ്ഞ മുദ്രാവാക്യം വീണ്ടും അത് തന്നെ പറയുകയാണ്, അർഹതയ്ക്കുള്ള അംഗീകാരം കൊടുക്കണം. ഇവിടെ സംവരണം കൊണ്ടുവന്ന എന്തുദ്ദേശത്തിലാണെന്ന് ചോദിച്ചാൽ താഴെയുള്ളവനെ ഉയർത്തിക്കൊണ്ടുവരാനാണ്. ഇത് താഴെയുള്ളവൻ എന്നും താഴെ തന്നെയാണ്. സംവരണത്തിൻ്റെ പേരിൽ ഇപ്പം നടക്കുന്ന ഒരു മോശമായ രീതി എന്താണെന്ന് ചോദിച്ചാൽ, സംവരണ സമുദായങ്ങളിലെ പോലും അർഹരായ ആളുകൾക്ക് ഇത് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. സംവരണം കൊണ്ടുവന്ന് സംവരണം ഒരു എന്താണ് മോളിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇട്ട കാര്യമൊന്നുമല്ല. രാജ്യത്തെ ജനങ്ങളെ ഒന്നായി കാണാനും ഒരുമിച്ച് എത്തിക്കാനും വേണ്ടി കണ്ടുപിടിച്ച ഒരു മാർഗമാണ് റിസർവേഷൻ. അത് പണ്ട് കാലം തൊട്ട് നമ്മുടെ വയ്യാത്ത ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് നമ്മളൊരു പ്രത്യേക ചെയറിട്ട് കൊടുക്കും എന്ന് പറയുന്നതിലുള്ള പരിഗണന മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഇതെൻ്റെ ജന്മാവകാശമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് സംവരണം ജന്മാവകാശമല്ല. ജന്മാവകാശം എങ്ങനെയാവുന്നേ? ബർത്ത് റൈറ്റ് എങ്ങനെയാവുന്നേ? അങ്ങനെയല്ല സംവരണം. പക്ഷേ ഇവിടെ ഇപ്പം നടക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ്. നായർ അല്ലെങ്കിൽ നമ്പൂതിരി അതല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു സമുദായത്തിൽ പറന്നു പോയത് ഒരു ശിക്ഷയായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതീവ ദുഃഖകരമാണ്. പലരും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ എഴുതുന്നുണ്ട്, അവർ ടെസ്റ്റ് എഴുതാൻ പോയാലുണ്ടാവുന്ന. സാറൊന്ന് ആലോചിച്ചു, എന്തൊരു നീതികേടാണ്. ഒരു പരീക്ഷയ്ക്ക് 2 മാർക്ക് എന്ന് പറയുന്നത്. സെറ്റ് പരീക്ഷ പാസ്സാകാൻ നായർക്ക് ഒരു പ്രത്യേക മാർക്ക്, ഈഴവനൊരു പ്രത്യേക മാർക്ക്, പട്ടികജാതിക്കാരനൊരു പ്രത്യേക മാർക്ക്. ഇതെന്ത് സിസ്റ്റമാണ് സാറേ ഇത് ഏത് രാജ്യത്തുണ്ടതിങ്ങനെ? ഈ പുരോഗമനം പറയുന്ന ഇത്രയും ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ നായർ സമുദായത്തിൽപ്പെട്ട രാവിലെ ഹോട്ടൽ ജോലിക്ക് പോകുന്ന ഒരു ശങ്കരപ്പിള്ളയുടെ മകള് പരീക്ഷ എഴുതാൻ പോയാൽ അവക്ക് 48 മാർക്ക് വേണമെന്ന് വെച്ചോളൂ. നടേശൻ ചേട്ടൻ്റെ മോന് 45 മതി. കൊടിക്കുന്ന് സുരേഷിൻ്റെ മോന് എത്ര മതി? 40 മതി. കഴിഞ്ഞ 20-35 വർഷമായിട്ട് MP ആയിട്ടിരിക്കുന്ന ആളാ. രാജാവാണ് കൊടിക്കുന്ന് സുരേഷ്, രാജാവാണ്. ഭരണഘടന പ്രകാരം രാജാവാണ്. രാജാവിൻ്റെ മകൾക്ക് 40 മാർക്ക്. ചെരുപ്പ് തുടയ്ക്കാൻ പോകുന്ന ശങ്കരപ്പിള്ളയുടെ മകൾക്ക് 48 മാർക്ക്. രാജ്യത്തെ നീതിയായത്. ഈ അനീതി അവസാനിപ്പിക്കണമെന്നുള്ള പോരാട്ടത്തിനാണ് ഞങ്ങൾ മുന്നിട്ടിറങ്ങുന്നത്. അത് ഞങ്ങൾ പല തലത്തിലുള്ള വർക്ക് അതിന് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കറിയാം പല പ്രതിരോധങ്ങളും അതിന് വരുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. കാരണം എന്താണെന്ന് അറിയാമോ, ഞാൻ ഇച്ചിരി തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നിൽക്കുന്ന പിന്നാക്കം എന്ന് പറയുന്ന വിഭാഗക്കാരെല്ലാം ഒറ്റക്കെട്ടാണ്. CPI നിൽക്കുന്നതും CPM നിൽക്കുന്നതും കോൺഗ്രസ് നിൽക്കുന്ന പിന്നാക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്നവർ അവർ അതിനകത്ത് ഓരോന്നിലും ഷെയർ ചെയ്ത് പ്രവർത്തിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തൻ്റെ സമുദായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ തർക്കം പറയാൻ പറ്റുമോ? ഇവരുടെ സമുദായത്തിന് എന്തെങ്കിലും കുറവ്, കോൺഗ്രസ് വന്നാൽ എൻ്റെ സമുദായത്തിന് കുറവ് വരാൻ പാടില്ല, ശങ്കരൻ അതിനകത്ത് പ്രവർത്തിക്കും. CPI വന്നാൽ എൻ്റെ സമുദായത്തിന് കുറവ്, ഗോവിന്ദൻ അതിനകത്ത് പ്രവർത്തിക്കും, രാമു ഇപ്പുറത്ത് പ്രവർത്തിക്കും. ഇത് തന്നെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലും നടക്കുന്നത്, ഇത് തന്നെയാണ് ക്രിസ്തീയ സഭയിലും നടക്കുന്നത്. പക്ഷേ നായർ മാത്രം സാറ് മുമ്പേ പറഞ്ഞ ഉയർന്ന വ്യക്തിത്വവും എല്ലാ വർഷവും ബഡ്ജറ്റ് പാസ്സാക്കി എല്ലാവരും മുന്നിൽ ചെന്നിരുന്ന് ഊണുമൊക്കെ ഉണ്ട്, സ്വന്തം സമുദായത്തിൻ്റെ താല്പര്യം നിഷേധിച്ചുകൊണ്ട് സമുദായ ദ്രോഹികളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് SNS പ്രസക്തി. SNS ആർക്കും കുടപിടിച്ചു കൊടുക്കാമെന്നുള്ള ഒരു കരാറും ഏറ്റെടുത്തില്ല. കേരള ഗവൺമെൻറ് അടുത്ത കാലത്ത് കേരളത്തിലെ നായർ സമുദായത്തോടും മുന്നോക്ക സമുദായത്തോടും ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും തുല്യത വരാൻ വേണ്ടി ഹരിഹരൻ നായർ കമ്മീഷൻ എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ട് 2 വർഷമായി സാർ. ഇന്ന് വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ തൊടാൻ തയ്യാറായിട്ടില്ല. 1 കോടി രൂപ ചെലവഴിച്ച് നടത്തിയ അന്വേഷണമാണ്. വളരെ ഗൗരവതരമായ ഒരു മാറ്ററാണ്. എന്താണ്? ഒന്നും ചെയ്യാനില്ല നായന്മാർ. കാരണം ബംഗാളി തൊഴിലാളികളുടെ ജോലി എല്ലാ പാർട്ടികൾക്കായിട്ട് സ്കാറ്റേഡായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് കുറച്ച് കൊടുക്കും, കുറച്ച് ആവേശം മൂത്തൊരു BJPക്ക് കൊടുക്കും, കുറച്ച് പേര് CPMന് കൊടുക്കും. കാരണം കറ തീർന്ന കമ്മ്യൂണിസ്റ്റ് അച്ഛൻ്റെ കാലം തൊട്ടേ ഞങ്ങൾ ഇത് ചെയ്തു. കറയല്ല, ഒറ്റത്തിന് കറയില്ലല്ലോ, നായന്മാർക്ക് കറയില്ലല്ലോ, മൊത്തം കറയും പറ്റി. കറ തീർന്ന കോൺഗ്രസ്, കറ തീർന്ന കോൺഗ്രസ്, കറ തീർന്ന മാർക്സിസ്റ്റ്, കറ തീർന്ന BJP. ഇപ്പം അതാ പുതിയത് പഠിച്ചുകൊണ്ട് കറ തീർന്ന BJP. അറിയാമല്ലോ കേരളത്തിലെ BJPയുടെ ഇപ്പം ചില മാറ്റങ്ങളൊക്കെ നമ്മൾ നേതൃത്വത്തിൽ ദർശിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാലഘട്ടം എന്തുമായിരുന്നു? ഞാൻ അതിലേക്ക് പോകേണ്ട കാര്യമില്ല, കാരണം എൻ്റെ പൊളിറ്റിക്സ് അല്ലത്. അതിനകത്ത് ജീവിതം ഏറ്റവും കൂടുതൽ വില കൊടുത്തിട്ടുള്ള സമുദായം ഏതാണ്? BJPയുടെ പൊളിറ്റിക്സിന് വേണ്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വില കൊടുത്ത സമുദായം ഏതാണ്? കഴിഞ്ഞ 50 വർഷമായിട്ട് ജീവത്യാഗം ചെയ്ത് എത്രയോ നായർ സമുദായങ്ങളാണ്. സാറൊന്ന് ആലോചിച്ച് നോക്കുക, എൻ്റെ ലീഡേഴ്സിനെ മുഴുവൻ എടുക്കൂ. BJP ഇപ്പോഴല്ലേ 10 വർഷമായിട്ടല്ലേ അധികാരത്തിൽ വന്നത്? BJP 10 വർഷമായിട്ടാണ് അധികാരത്തിൽ വന്നത്.
BJPക്ക് വേണ്ടി ചോരയും നീരും കൊടുത്തുന്ന ഏത് സമുദായമാണ് മുഖ്യധാരയിൽ നിന്നത്? പക്ഷെ ഭരണം വന്നപ്പോഴോ? അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളാകാൻ പല തന്ത്രങ്ങൾ ഇത് ആവിഷ്കരിക്കാൻ NSSന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് SNS അതീവ ഗൗരവമായിട്ടാണ് ഈ സിറ്റുവേഷനെ കാണുന്നത്. രാഷ്ട്രീയമായിട്ട് രംഗപ്രവേശം ചെയ്യേണ്ട അവസരമാണെന്ന് ഞങ്ങൾക്ക് ഗൗരവത്തെ അറിയാം. തീർച്ചയായിട്ടും നായർ സമുദായ അംഗങ്ങൾ ബോധവാന്മാരാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കുവാൻ SNS തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സൂചിപ്പിച്ചത് ശരിയാണ്. നായർ സമുദായത്തിൻ്റെ വിലപേശൽ ശക്തി രാഷ്ട്രീയമായിട്ട് നശിപ്പിക്കുകയാണ് സുകുമാരൻ നായരും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളിൽ ചെയ്തെന്നുള്ളതിൻ്റെ സംശയമൊന്നുള്ള കാര്യമല്ല. കാരണം കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള NSSന് ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് 8 മണ്ഡലങ്ങളിൽ മത്സരിച്ച് 6 മണ്ഡലങ്ങളിൽ ജയിച്ചാണ് NDP. NSSന് വലിയൊരു ഷെയറുള്ള പാർട്ടി, NSSൻ്റെ പാർട്ടിയായിരുന്നല്ലോ അത്. അവർക്ക് ഗുരുവായൂർ ദേവസ്വം ഉണ്ടായിരുന്നു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഉണ്ടായിരുന്നു, പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പക്ഷേ ഇന്ന് മുഴുവനും സുകുമാരൻ നായരുടെ ദാക്ഷിണ്യത്തിലേക്ക് ഒരു സമുദായത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. സുകുമാരൻ നായർ ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൾക്കും മകനും ഒക്കെ വേണ്ടിയാണ്. ഇതൊന്നും സമുദായത്തിലെ അസംതൃപ്തി ഉണ്ടെങ്കിലും അത് അവിടെ പ്രതിഫലിക്കത്തില്ല. കാരണം സുകുമാരൻ നായരുടെ സേവകരാണ് അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം, ശിങ്കിടികളാണ്, ഭൂതകളങ്ങളാണ്. ഇവിടെ പ്രശ്നം നായർ സർവീസ് സൊസൈറ്റിയെക്കുറിച്ച് നായർ സമുദായത്തിനുള്ള പ്രത്യാശ ഏതാണ്ട് ഇല്ലായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടെ സമുദായത്തിന് ചരിത്രപരമായൊരു സമുദായ സംഘടനയ്ക്ക് SNS ചരിത്രപരമായൊരു ദൗത്യമുണ്ട്. കാരണം ഇതൊരു സംഘടിതമായി വിലപേശൽ നടത്തുന്ന ഒന്നാണ് രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തിൽ സമുദായത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിതമായി വിലപേശൽ നടത്തണമെങ്കിൽ രാഷ്ട്രീയമായിരിക്കണം. അത്തരം ഒരു രാഷ്ട്രീയത്തിലൂടെ അല്ലാതെ SNS എങ്ങനെയാണ് അങ്ങ് സൂചിപ്പിച്ച ഈ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് തന്നെ നമ്മൾ മൂവ് ചെയ്യേണ്ടി വരും. കാരണം അതിന് സമുദായ ബോധവൽക്കരണം ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ പറയുന്നതിന് സമുദായങ്ങളുടെ പിൻബലം ഉണ്ടെങ്കിൽ മാത്രമേ, സമുദായങ്ങൾ ഒരു കാരണവശാലും ഇതിനൊന്നും പോകാത്ത രീതിയിൽ അവരെ ചുറ്റിക്കെട്ടി നിർത്തിയിരിക്കുകയാണ്, വരിഞ്ഞ് കെട്ടി നിർത്തിയിരിക്കുകയാണ് NSS. നമുക്കങ്ങനെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് വേണ്ടി വന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രംഗപ്രവേശനത്തിനെ പറ്റി ഞങ്ങൾ ഗൗരവതരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ സമുദായത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇപ്പം സാറ് ഇതിനകത്ത് പറയുമ്പോൾ രസകരമായൊരു സംഭവം, സാറ് അടുത്ത കാലത്ത് ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നായർ സമുദായത്തിന് ഇന്ന ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞ് ഏതെങ്കിലും സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നിട്ടുണ്ടോ? സാറേ, രാവിലെ സമുദായത്തോടെ സ്നേഹമുണ്ടെങ്കിൽ സുകുമാരൻ നായർ പറഞ്ഞാൽ 6000 ചില്ലോനം കരയോഗങ്ങളുണ്ട്. രാവിലെ മുഴുവൻ കരയോഗങ്ങളും സെക്രട്ടേറിയറ്റ് മുന്നിൽ ചെല്ലും, ഗവൺമെൻറ് അംഗീകരിച്ചു കൊടുക്കും. സമുദായത്തിൻ്റെ താല്പര്യമല്ല അവർ സംരക്ഷിക്കുന്നത്, വ്യക്തിപരമാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് ഇത്രയും ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങൾക്കുള്ളത് തന്നാൽ വലിയ പ്രശ്നമില്ലെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല. സമുദായത്തെ എഡ്യൂക്കേറ്റ് ചെയ്തെങ്കിലേ പറ്റുന്നത്. എഡ്യൂക്കേഷൻ ഞങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അതിൻ്റെ ഫലമായിട്ടാണ് NSSലുള്ള പ്രമുഖരായ പല നേതാക്കന്മാരും ഇന്ന് പുറത്ത് വന്ന് NSSൽ നടക്കുന്ന അനീതിക്കെതിരെ ശബ്ദം ഉയർത്തി. 2014 കാലത്ത് ഇത്രയില്ലായിരുന്നു. ഇപ്പോൾ അതിശക്തമായ ഒരു മൂവ്മെൻറ്റിനുള്ള സമയമായിരിക്കുന്നു. യഥാർത്ഥത്തിൽ ചില വിദേശ രാജ്യങ്ങളിലൊക്കെ നടന്നിട്ടുള്ളതുപോലെ തന്നെ NSSലേക്ക് മാർച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. NSSലേക്ക് മാർച്ച് ചെയ്യേണ്ട അവസ്ഥയാണ്. മന്നത്ത് പത്മനാഭനുള്ള സ്നേഹം കാരണമാണ് ആളുകൾ മടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമുദായത്തെ കൂട്ടി ബന്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് രാഷ്ട്രീയ പ്രവേശനത്തിന് ലേബൽ സംഘടനകൾക്ക് യാതൊരു പ്രസക്തിയില്ല. കാരണം മുസ്ലിം സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്നാണ് മുസ്ലിം ലീഗ് വയ്ക്കാറുള്ളത്. കേരള കോൺഗ്രസ് നോക്കൂ, നമ്മുടെ ഇപ്പോൾ പാംപ്ലാനിയെ പറ്റി ഇപ്പോൾ ഉള്ള ചർച്ച നമുക്കറിയാം. എന്താണ് പാംപ്ലാനിയുടെ പാംപ്ലാനി രാഷ്ട്രീയം? എന്താ രാഷ്ട്രീയം? അതെന്താ പറഞ്ഞേ? ഞങ്ങൾക്ക് 300 റബ്ബറിനെന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് തരും. ഇതേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ സമുദായത്തിന് നിങ്ങൾ സംവരണം തരൂ, നിങ്ങൾക്ക് വോട്ട് തരാമെന്ന് സുകുമാരൻ നായർ പറയുന്നുണ്ടോ? ഇല്ല. ഞങ്ങളുടെ കൊച്ചനെ, എൻ്റെ ഒരു പയ്യനുണ്ട്, അവനെ ഒക്കുമെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കൂ എന്ന് മാത്രമേ അദ്ദേഹം പറയാറുള്ളൂ. അത് നമുക്ക് പറ്റത്തില്ല. സമുദായത്തിന് നേരിടുന്ന കൊടിയ ദുരിതം ഞാൻ മുന്നേ പറഞ്ഞു. അതായത് ഒരു സാധാരണക്കാരൻ്റെ മകന് ഒരു ഗതിയില്ലാത്ത, വീടില്ലാത്ത ഒരു സാധാരണക്കാരനായ നായർ സമുദായത്തിൽ പിറന്നുപോയി എന്നുള്ള തെറ്റ് സംഭവിച്ചിട്ടുള്ള ആ കുടുംബങ്ങളെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാമെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തനം അതിശക്തമായിട്ട് സാമൂഹ്യ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് വരും ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. മന്നത്ത് പത്മനാഭൻ്റെ നായർ സർവീസ് സൊസൈറ്റിയെക്കുറിച്ച് കൃത്യമായ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം നാഷണൽ ബാങ്ക് സ്ഥാപിച്ചു, പന്തളത്ത് മന്നം ഷുഗർ മിൽ സ്ഥാപിച്ചു, കേരളത്തിൽ ഉടനീളം കോളേജുകൾ സ്ഥാപിച്ചു, ഒട്ടേറെ ഗ്രാമങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിച്ചു,
വലിയ ഒരു വിഷനാണ് മന്നത്ത് പത്മനാഭനുണ്ടായിരുന്നത്. ഇതൊക്കെ മന്നത്ത് പത്മനാഭൻ്റെ വിഷനായിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് NSSൻ്റെ ഒരു യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. NSSലെ കോളേജുകളെല്ലാം കൂടെ ചേർത്ത് ഒരു NSSൻ്റെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അദ്ദേഹം അമേരിക്കയിലാണ്. NSSൻ്റെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഇഷ്ടംപോലെ 8000 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലമൊക്കെ ഉള്ളപ്പോഴേ ഇപ്പോൾ IT പാർക്കുകളൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു IT പാർക്ക് NSSൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയാൽ അവിടെ മുതൽ മുടക്കാൻ സ്ഥലം കൊടുത്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളൂ. ഇത് മുതൽ മുടക്കാനും മറ്റു കാര്യങ്ങളിലൊക്കെ അമേരിക്കയിലുള്ള ഒരു IT മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് പറഞ്ഞത്. ഒക്കെ ഒരു തയ്യാറെടുപ്പ് അവരുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചു. ഞാൻ പറഞ്ഞു, അഭിപ്രായം നല്ലതാണ്, ഇതുമായിട്ട് ചങ്ങനാശ്ശേരി ചെന്നാൽ ആ നിമിഷം നിങ്ങളെ സുകുമാരൻ നായർ ഗെറ്റ് ഔട്ട് അടിക്കും. സുകുമാരൻ നായരുടെ വിഷനിൽ ഇതൊന്നും ഇല്ല, നടക്കില്ല എന്ന് പറഞ്ഞു. ഞാനിത് പറയാനുള്ള കാരണം, മന്നത്ത് പത്മനാഭൻ ഒരു യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് സങ്കല്പിച്ചപ്പോൾ സുകുമാരൻ നായർ കേരളത്തിലെല്ലാം ചായക്കട നടത്തുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. മന്നത്ത് പത്മനാഭൻ്റെ കാലത്ത് ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായിരുന്നല്ലോ, MG കോളേജും പിന്നെ അതുപോലെ തന്നെ മറ്റു കോളേജുകളൊന്നും സ്ഥാപിക്കേണ്ടായിരുന്നല്ലോ. ഈ പിന്നെ ഇന്ത്യൻ കോഫി ഹൗസിനെ തോൽപ്പിക്കാൻ ചായക്കട നടത്തിയ പോലെ. അപ്പോൾ ഇത് വിഷൻ്റെ പ്രശ്നമാണ്. ഇത് സുകുമാരൻ നായരുടെ ഇൻഹറൻറ്റ് വീക്ക്നെസ്സാണ്. അദ്ദേഹത്തിന് അങ്ങനെ ചിന്തിക്കാൻ കഴിയും. അത്രമാത്രം ബൗദ്ധികവും സാംസ്കാരികവുമായ വിദ്യാഭ്യാസപരമായ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിന് അതേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, NSSനുണ്ടായ ഈ കുറവുകൾ പരിഹരിച്ച് ഈ സമുദായത്തെ സമസ്ത മേഖല, അതിന് രാഷ്ട്രീയം മാത്രമല്ലല്ലോ, വ്യവസായ രംഗത്ത് പുറകെ പോകുന്നു, കാർഷിക രംഗത്ത് പുറകെ പോകുന്നു, പല രംഗത്തും പുറകെ പോകുന്നുണ്ട്. ഈ സമുദായ അംഗങ്ങളെ ഒന്ന് കൈപിടിച്ചുയർത്താൻ കൃത്യമായൊരു കർമ്മ പദ്ധതി സമസ്ത നായർ സമാജത്തിനുണ്ട്. അല്ല, ഞങ്ങൾ ഈ വിഷയം ഗൗരവത്തെ പഠിച്ചു. യഥാർത്ഥത്തിൽ നമ്മുടെ കോമൺ ഐക്യം എന്താണ്? നായർ സമുദായ അംഗങ്ങൾ ആരെയാണ് അംഗീകരിക്കുന്നത്? നായർ സമുദായ അംഗങ്ങൾ ആ മന്നത്ത് പത്മനാഭൻ്റെ കാര്യം. മന്നത്ത് പത്മനാഭൻ ഒരു കർമ്മയോഗിയായ നേതാവായിരുന്നു അദ്ദേഹം. ഇല്ല, അടുത്ത കാലത്ത് സമസ്ത നായർ സമാജം വളരെ വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് കേരളത്തിൻ്റെ പുരോഗതിക്ക്, കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് ജാതീയമായിട്ടല്ല അദ്ദേഹത്തെ ഞങ്ങൾ കാണുന്നത്, ഏറെ സംഭാവന ചെയ്ത, ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുദേവൻ്റെ കാട്ടിൽ ഒരു പടി മുന്നിലായിരുന്നു അന്ന് അദ്ദേഹം, ശ്രീ ചട്ടമ്പി സ്വാമികൾ. എല്ലാവർക്കും അറിയാം, സ്വാമി വിവേകാനന്ദന് ദർശനം തൻ്റെ സംശയം മാറ്റി കൊടുത്ത, ചിന്മയ സ്വാമിയുടെ ഗുരുവായ, അഭേദാനന്ദ സ്വാമിയുടെ ഗുരുവായ നാരായണ ഗുരുദേവൻ പറഞ്ഞത് എന്താണ്? പരിപൂർണ കലാനിധി എന്നാണ്, ദേവനെന്നാണ് പറഞ്ഞത്. ദേവനായ ആ ചട്ടമ്പി സ്വാമികളെ ഞങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. അവിടെ ജാതിയോ മതമോ ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ആ ചട്ടമ്പി സ്വാമികളെ അംഗീകരിക്കുന്ന, ആദരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടുന്ന പ്രാധാന്യം NSS കൊടുത്തില്ല? അതാണ് നായർ സമുദായത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം. ഒരു കോമൺ ഐക്കണില്ല. ഇവൻ നമ്മുടെ സഹോദര സമുദായങ്ങളെ നോക്കുക, ഈഴവ സമുദായത്തെ നമ്മൾ നോക്കുക, നമ്മൾ ബഹുമാനത്തോടാണ് അവരെ കാണുന്നത്. ഗോകുലം ഗോപാലനും പിണറായി വിജയനും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനോട്ടൊക്കെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഞങ്ങളെ ഇത്രയും ഉയർത്തിക്കൊണ്ടുവന്നത് ഗുരുവാണ്. ആ കാര്യത്തിൽ അവർക്ക് തർക്കമില്ല. അക്കാര്യത്തിൽ അവർക്ക് തർക്കമേ ഇല്ല. ആ കാര്യം വരുന്ന സമയത്ത് അവരൊറ്റക്കെട്ടാണ്. അതുപോലെ തന്നെ ക്രിസ്തീയ സമൂഹം എന്താ ചെയ്യുന്നത്? ക്രിസ്തീയ സമൂഹം ചെയ്യുന്നത് എന്തു വന്നാലും ക്രൈസ്റ്റിൻ്റെ പ്രശ്നം വരുമ്പോൾ അവരൊറ്റക്കെട്ടാണ്. നബി തിരുമേനിയുടെ വിഷയം വരുന്ന സമയത്ത് ഇസ്ലാമിലുള്ള വിവിധ ഗ്രൂപ്പുകളുണ്ട്, തീവ്രവാദ ഗ്രൂപ്പുണ്ട്, അല്ലാത്ത ഗ്രൂപ്പുണ്ട്, ഒരുപാട് ഗ്രൂപ്പുണ്ട്. അവരെല്ലാം ഒറ്റക്കെട്ടാണ്. നായർ സമുദായം ആരുടെ വിഷയത്തിലാണ് പോകുന്നത്? ശബരിമലയെ കൂടെ പോയി, ഗുരുവായൂർ കൂടെ കയറുകയും പളനി കൂടെ പോയി കൊടുവും വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന ഇദ്ദേഹത്തിൻ്റെ സന്തതികളുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കരയോഗ സന്തതികൾ. ഞാൻ അങ്ങനെ ഇച്ചിരി മോശമായിട്ട് പറയും ചിലപ്പോൾ അതിനപ്പുറം എന്ത് ഡയറക്ഷൻ അവർക്ക് കൊടുക്കാറുള്ളത്? ഇപ്പോൾ ഒരു പുതിയ ഡയറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. എന്താണ്? ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് അക്കൗണ്ട് മാറ്റിയിട്ട് ഫെഡറൽ ബാങ്കിൽ കൊടുക്കണമെന്ന്. ധനലക്ഷ്മി ബാങ്ക് കേരളത്തിലെ ഹിന്ദുവിന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു നേതൃത്വമുള്ള ബാങ്കാണ്, ഫണ്ടുള്ള ഒരു ബാങ്കാണ്, ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടുള്ള ബാങ്ക്. ധാരാളം ഒന്നുമില്ല ഈ സമുദായങ്ങൾ അതിനകത്ത്. സുകുമാരൻ നായരുടെ മക്കൾ ഉൾപ്പെടെ എങ്ങനെ താഴെ തട്ടിന്ന് പിയൂൺ വേക്കൻസിയിൽ അവിടെ കയറാൻ പറ്റത്തുള്ളൂ. അവിടെ കയറിയിട്ടുണ്ട് ഈ ഡിപ്പോസിറ്റിൻ്റെ പേരിൽ. ഇവിടുത്തെ മന്ത്രിമാരായിട്ടൊക്കെയുള്ള നായന്മാരുടെയൊക്കെ പലരുടെയും മക്കൾ അവിടെ കയറിയിട്ടുള്ളത് എനിക്കറിയാം. ഇപ്പം മാനേജർമാരായിട്ട് ഇരിപ്പുണ്ട്. ഇത് കേട്ടുകൊണ്ട് അവരിയ്ക്കുമായിരിക്കും. അവിടുന്ന് മാറിയിട്ട് ഓർമീസ് അങ്ങനെയല്ലേ അദ്ദേഹം ഫെഡറൽ അവിടെ ഈ അക്കൗണ്ട് അത്യാവശ്യമായിട്ട് കൊടുക്കണമെന്ന് NSS സ്പെഷ്യൽ സർക്കുലർ ഇറക്കിയിരിക്കുന്നു. എന്ത് സമുദായ സ്നേഹമാണ് ഇദ്ദേഹത്തിനുള്ളത്? വേണ്ട, സാറ് മുമ്പേ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ എടുക്കാം. കേരളത്തിലൊരു ബാങ്ക് തുടങ്ങാൻ NSS വിചാരിച്ചാൽ ഇന്ന് തീരുമാനിച്ചാൽ നാളെ നടപ്പാക്കാം. ഇന്ന് തീരുമാനിച്ചാൽ നാളെ നടപ്പാക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. ഒരു കാഴ്ച ഞങ്ങൾ ഇത് പറയാൻ കാര്യം, ഞങ്ങളിത് വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ അടുത്ത കാലത്ത്
കുറച്ച് സ്ഥാപനവൽക്കരിക്കാനുള്ള നീക്കങ്ങൾ ഞങ്ങൾ ചെറിയ സ്ഥാപനം 2-3 നിധി കമ്പനികൾ കുറച്ചല്ലാതുള്ള വർക്കുകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ കൂടുതൽ ഇങ്ങനൊരു ഇത് മീറ്റിങ്ങിൽ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ അടുത്ത അതിൻ്റെ സ്റ്റെപ്പ് സാറ് മുമ്പേ ചോദിച്ചവരുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരംഭിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള പ്രാഥമിക നടപടിക്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ലാൻഡ് പർച്ചേസ് ചെയ്യുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏക്കർ കണക്കിന് ലാൻഡുകൾ വാങ്ങിക്കാനുള്ളത്, ഔട്ട് ഓഫ് കേരള വർക്ക് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഔട്ട് ഓഫ് ഇന്ത്യ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഞങ്ങൾക്ക് ബന്ധമുണ്ട്, കേരളത്തിന് തമിഴ്നാട്ടിൽ ബന്ധമുണ്ട്, ഞങ്ങൾക്ക് ബോംബെയിൽ ബന്ധമുണ്ട്. അവിടെയൊക്കെയുള്ള ആളുകളെ പക്ഷേ ഒരു ദിവസം രാവിലെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പ്രശ്നം അതാണ്. കാരണം ഇത് ഇത്രയും വർഷം കൊണ്ടാണ് മന്നം തകർന്നടിഞ്ഞ സമുദായത്തെ മന്നം പുനരുജ്ജീവിപ്പിച്ചത്. സി കൃഷ്ണപിള്ള വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് മന്നത്ത് പത്മനാഭൻ നടത്തിയെടുത്തത്. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ 15 വർഷമായിട്ട് അതിൻ്റെ മാറ്റം ഉണ്ടല്ലോ. ഞങ്ങൾ ഒരു ആൻറ്റി NSS മൂവ്മെൻറ്റായിട്ട് കേരളത്തിൽ പോകുന്നില്ല. അത് ഞങ്ങൾ ബോധപൂർവം ചെയ്തതാണ്. കാരണം നശിക്കുമെന്നതിനെ പിന്നെ പുറത്തിട്ട് 2 അടിയും കൂടെ അടിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അതിൻ്റെ പേര് നമ്മൾ നാട്ടിൽ പറഞ്ഞുകൊണ്ട് എന്തായാലും അവൻ നശിക്കും, പിന്നെ ഞങ്ങൾ എന്തിനാണ് അതിൻ്റെ പേര് ദോഷം വെക്കുന്നത്? അതിന് ഞങ്ങൾ തയ്യാറില്ല. പക്ഷേ പുതിയ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഈ സമുദായത്തെ ഞങ്ങൾ പുനരുദ്ധരിക്കും. റീബിൽഡ് ദ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് സമസ്ത നായർ സമാജത്തിൻ്റെ മുദ്രാവാക്യം തന്നെ. അന്തർദേശീയമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന നായർ സമുദായത്തിൽപ്പെട്ട ആളുകളെ ഒന്നിപ്പിച്ച് കൊണ്ടുവരാനും അവരുടെ നിക്ഷേപവും അവരുടെ സഹായവും ഒക്കെ സ്വീകരിച്ച് കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിന്റെ വികസനത്തിന് പുതിയ ഒരു കാൽവെപ്പ് എന്ന നിലയിൽ ചെയ്യാനുള്ള കർമ്മ പദ്ധതികളാണ് അങ്ങ് തീർച്ചയായിട്ടും നടപ്പിലാക്കുക അല്ലെങ്കിൽ സ്വീകരിച്ചു വരുന്നതെന്ന് പറയുന്നത്. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഏത് സമുദായത്തിൽപ്പെട്ടവര് കേരളത്തിലൊരു സംരംഭം തുടങ്ങിയാലും അത് കേരളത്തിന്റെ വികസനത്തിന്റെ ഭാഗമാണ്. അത് സമുദായത്തിൽ വ്യത്യാസമൊന്നുമില്ല, തീർച്ചയായിട്ടും കേരളത്തിന്റെ ഭാഗമാണ്. ഇപ്പം തന്നെ ക്രൈസ്തവ മിഷണറിമാർ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൻ്റെ പ്രയോജനം NSSനെ പോലെ NSSന് മുമ്പ് തന്നെയാണ് അവർ തുടങ്ങിയത്. അതിൻ്റെ പ്രയോജനം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കിയത് മിഷണറിമാരാണ്. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആരോഗ്യരംഗത്ത് ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ആരോഗ്യരംഗത്തുണ്ടാക്കിയ മാറ്റം. അങ്ങനെ ക്രൈസ്തവര് കേരളത്തിൽ ശരിക്കും ഒരു റോൾ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ വേണം വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ, എങ്ങനെ വേണം ആതുരാലയങ്ങൾ നടത്താൻ, എങ്ങനെ വേണം കൃഷി ചെയ്യാൻ, ഇതൊക്കെ കൃത്യമായിട്ട് അവരെ അതിനെപ്പറ്റി ഞാൻ പറയുമ്പോഴേ ഇന്നത്തെ കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ട ഒരു വാചകവും കൂടെ പറഞ്ഞേക്കാം. അത് സുകുമാരൻ നായർ പറയാൻ തയ്യാറാവത്തില്ലായിരുന്നു. മന്നത്ത് പത്മനാഭൻ്റെ ജീവിതകഥയിലെ ജീവിത സ്മരണകൾക്ക് അതൊരു വാചകമുണ്ട്. ക്രിസ്തീയ സമൂഹം ചെയ്യുന്നത് മുഴുവൻ ചാരിറ്റിയാണ്. ഏതാ ഒരു കാര്യത്തിൽ മാത്രം അവർക്ക് ചാരിറ്റി ഇല്ല. ഏതാണ്? കൺവേർഷൻ. ഏതാ? ഇത് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ ജീവിത സ്മരണകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ അവർക്കെതിരായിട്ട് പറഞ്ഞതല്ലത്. എന്ന് പറഞ്ഞാൽ അവർ മുഴുവൻ ആളുകളെ സർവീസ് ചെയ്യുവാണ്. മറ്റേത് അവരുടെ മതപരമായ ബോണ്ടിങ് ആണത്. അതിനെയും നമ്മൾ തെറ്റൊന്നും പറയുന്നില്ല. അവർക്ക് കുറച്ച് താല്പര്യമുള്ള ഒരു വിഷയം അതാണെന്നുള്ളത്. ബാക്കി മുഴുവൻ അവർ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മളിപ്പോൾ അവരെ പറ്റിയുള്ളൊരു ചർച്ച അല്ലെങ്കിൽ പോലും കേരളത്തിൻ്റെ എല്ലാ താലൂക്കുകളും ഒരു മിഷൻ ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അവർക്ക് വേറെ കമ്മ്യൂണലായിട്ട് അജണ്ട കാണും. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അത് നമ്മുടെ ചർച്ചാ വിഷയം ഇപ്പോൾ അതല്ലാത്തതുകൊണ്ടായിരുന്നു. അതിന് കമ്മ്യൂണൽ തന്നെയാണ്. അതുപോലുള്ള മിഷനുകളായിരിക്കും ഇപ്പം ഉത്തരേന്ത്യയിൽ നടക്കുന്നത്. അത് വേറൊരു കാര്യം, അത് വേറിട്ട്. ഇപ്പം കേരളത്തിലെ ഏത് സമുദായത്തിനും മാതൃകയാക്കാൻ കഴിയുന്നത് ക്രൈസ്തവരെയാണ്. ഒന്ന്, ക്രൈസ്തവരുടെ ജീവിതത്തിലെ അച്ചടക്കം. അവർ ചർച്ചിനോടും പുരോഹിതന്മാരോടും കാണിക്കുന്ന അനുസരണം, അത് നല്ലതോ ചീത്തയോ അതൊന്നും ആയിക്കട്ടെ, തീർച്ചയായിട്ടും ഒരു മാറ്റം. അവരുടെ സ്കൂളുകൾ, അവരുടെ ആശുപത്രികൾ, അവർ ചെയ്യുന്ന കൃഷിയെ എല്ലാ കാര്യത്തിലും ഒരു മാതൃകയാക്കാൻ പറ്റിയ സമുദായമാണ് ക്രൈസ്തവർ. തീർച്ചയായിട്ടും അവർ കേരളത്തിലെ എല്ലാ രംഗത്തും മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളാണ്. കാർഷിക, വ്യാവസായിക, ബാങ്കിങ് അടക്കം എല്ലാ രംഗത്തും, വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ സംഭാവനകൾ അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചുവട് പിടിച്ച് സമസ്ത നായർ സമാജം കേരളത്തിലെ നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഒരു ഫലം, തീർച്ചയായിട്ടും അതിൻ്റെ വികസനത്തിൻ്റെ ഫലം സമൂഹമായിരിക്കും പങ്കുവയ്ക്കുന്നത്. കാരണം ഏത് വികസനത്തിൻ്റെയും ഫലം എല്ലാവരുമാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിക്കാൻ SNS തയ്യാറാകുന്നു എന്നാണ് അങ്ങ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ജനഭൂമിക്ക് വേണ്ടി എല്ലാ ആശംസകളും അറിയിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.